ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ 16/11/2025. എൻ്റെ സന്തോഷത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നു. ഞാൻ ഇന്ന് അവനിക്കായിട്ട് എൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ ചേർത്ത് ഒരു ചിക്കൻ ബിരിയാണിയും ഒരു ബീഫ് ബിരിയാണിയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വേറെ സെലിബ്രേഷൻസ് ഒന്നുമില്ല. അവനും അവൻ്റെ കുട്ടി ടീംസും ചേർന്ന് ലഞ്ച് കഴിക്കുന്ന വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോയാലോ? ഞാൻ ചിക്കൻ ബിരിയാണിക്കായിട്ട് 2 kg റൈസാണ് എടുത്തിരിക്കുന്നത്. റോസ് ബ്രാൻഡിൻ്റെ സുപ്പീരിയർ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അരി കഴുകി ഊറ്റിയെടുക്കുക. 2 പാത്രം എടുക്കുക. ഒന്നിൽ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. മറ്റേ പാത്രത്തിൽ കുറച്ച് നെയ്യ് ചേർത്ത് അരി വറുത്തെടുക്കുക. അരി വറുത്തെടുത്തതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് നെയ്യ് ചോറാക്കി വേവിച്ചെടുത്ത് വയ്ക്കാം. ഇനി ബീഫിനും ചിക്കനും ആവശ്യമായിട്ടുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള 12 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 250 ഗ്രാം കൊച്ചുള്ളിയും 100 ഗ്രാം വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 40 പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും 4 മീഡിയം സൈസ് തക്കാളി. നമുക്ക് 3 മുതൽ 4 കിലോയുടെ അകത്തുള്ള ചിക്കനാണ്. ചിക്കൻ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മല്ലി, പെരിഞ്ചീരകം പൊടിച്ചത്, പെപ്പർ പൗഡർ, ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് മീറ്റിൽ ബ്ലഡ് സ്റ്റെയിൻ പോകാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. മീറ്റ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മീറ്റ് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിനേഗർ ഒഴിച്ച് 10 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം കഴുകി ഡ്രെയിൻ ചെയ്തെടുത്താൽ ബ്ലഡ് സ്റ്റെയിൻ പോകും. ഒരു ടിപ്പാണ്. നമുക്ക് മസാലയ്ക്കായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള വാടാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 40 പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി എടുക്കണം. അത് വഴണ്ട് വന്നതിന് ശേഷം കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്ത് വാട്ടിയെടുക്കാം. 4 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി വാടി വരട്ടെ. ഞാൻ കുക്കർ അടച്ച് മഞ്ഞൾ ചേർത്ത് കുക്കർ അടച്ച് ഒരു 2 പ്രഷർ കേൾപ്പിക്കും. പിന്നെ ഞാൻ 1 കിലോ ബീഫിൽ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പെരിഞ്ചീരകവും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. 2 പാൻ അടുപ്പത്ത് വെച്ച് ചെറിയ പാനിലേക്ക് ബീഫിൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ പാനിലോട്ട് നമുക്ക് ചിക്കൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയ്ക്ക് സെയിം ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഗരം മസാല പൊടിയും പെപ്പർ പൗഡറും മാത്രമേ ഞാൻ ഉള്ളി വാട്ടിയതിൽ ചേർത്ത് കൊടുക്കൂ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഗ്രേവിക്ക് വേണ്ടി ഞാനിത് രണ്ടിലും കുറേശ്ശെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കും. നമ്മൾ ഉള്ളി വാട്ടിയ കുക്കറിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് രണ്ടിലും മീറ്റ് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഗ്രേവിയിലോട്ട് ചിക്കനും ഇട്ട് കൊടുക്കുന്നു. ബീഫിൻ്റെ ഗ്രേവിയിലോട്ട് നമ്മൾ ബീഫ് ആഡ് ചെയ്ത് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് ചിക്കനാണ്. നമുക്ക് ബീഫ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം. മീറ്റെല്ലാം വെന്ത് നെയ്യെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട് ചിക്കനിലും ബീഫിലും. നമുക്ക് ദം ചെയ്താലോ? 3 ലെയറായിട്ടാണ് ദം ചെയ്യുന്നത്. ആദ്യത്തെ ലെയറിൽ ഉള്ളി വറുത്തതിട്ട് കൊടുത്തു, പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുത്തു. നമുക്ക് ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ ചിക്കൻ ബിരിയാണിക്കാണ് ദമ്മിട്ട് കൊടുക്കുന്നത്. സെക്കൻഡ് ലെയർ ചോറിട്ട് കൊടുത്തു. വീണ്ടും അതിലേക്ക്
നമുക്ക് ഉള്ളി വറുത്തതും മസാലയും ചേർത്ത് കൊടുക്കുന്നു. അങ്ങനെ 3 ലെയറായിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി ദം ചെയ്യാൻ 3 ലെയർ ഇട്ട് കൊടുത്തു. നമ്മൾ ദം ചെയ്യുമ്പോൾ ഒരിക്കലും റൈസ് ലൂസാക്കി ഇട്ട് കൊടുക്കണം, എന്നാലേ ദമ്മ് കയറി വരത്തുള്ളൂ. അതായത് ആവി കയറി നന്നായിട്ട് ദം ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് കറിവേപ്പിലയും കുറച്ച് പെരിഞ്ജീരകം പൊടിയും ചേർത്തതാക്കും. ചിക്കൻ്റെ ഗ്രേവി ആണ് റൈസുമായിട്ട് മിക്സ് ചെയ്ത് മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ ദമ്മിലിരിക്കുമ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടും റൈസിന്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള വറുത്ത് വെച്ച സവാളയും ചേർത്ത് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് വെയിറ്റ് വെച്ച് ഒരു 20 മിനിറ്റോളം ദം ചെയ്യാനിട്ട്, ഇനി ബീഫ് ബിരിയാണിയിലേക്ക് 1 ലെയറിൽ ബീഫ് ഇട്ട് ഉള്ളി വറുത്തതും മല്ലിയിലയും പുതിനയിലയും ഇട്ട് അതും മൂടി ദം ചെയ്യാൻ വെച്ചു. ചിക്കൻ്റെ ദം പൊട്ടിക്കാം. ഇതാണ് ചിക്കൻ ബിരിയാണി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഈ റോസ് ബ്രാൻഡ് കൈമ റൈസ് നല്ല മണമാണ് റൈസിന്. നല്ല ഒത്തൻറ്റിക് ബിരിയാണിയുടെ ഒരു ഫ്ലേവറാണ് ഇതിന്. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.